Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023-ലെ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. A journey takes 35 minutes while moving with a speed of 32 km per hour. How long would the journey take in minutes moving at a speed of 40 km per hour? അപ്പോ 32 കിലോമീറ്റർ പെർ ഹവറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 35 മിനിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 40 കിലോമീറ്റർ പെർ ഹവറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എത്ര മിനിറ്റ് എടുക്കുന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഒന്നേ ഉള്ളൂ, എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണല്ലോ, അതായത് രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. നിങ്ങൾക്ക് ടൈം ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈം ഡിഫറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്പീഡിൽ എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ രണ്ട് കേസിലും എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ നോക്കിക്കോ, സ്പീഡ് എന്ന് പറയുന്നത് 32 ആണ്. 32 into 35 is equal to, അല്ലെ, സ്പീഡ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു. സെക്കൻഡ് കേസിൽ ജസ്റ്റ് നോക്കുക, അവിടെ 40 ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈം നമുക്ക് അറിയില്ല, ഞാൻ T2 എന്ന് കൊടുക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ T2 ആണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യാണ് 8 വരും. ഇവിടെ ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 7 വരും. ഓക്കെ, ഇവിടെ 8ഉം ഇവിടെ 32ഉം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ 4 വരും, അല്ലെ. 32 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 4 ആണ്. 4 into 7 28 മിനിറ്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺ ഓഫ് ഹൈറ്റ് 24 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. ആൻഡ് ബേസ് റേഡിയസ് ആർ എത്രയാണ്? 6 സെന്റിമീറ്റർ. ഈസ് മെയ്ഡ് ഓഫ് മോഡലിംഗ് ക്ലേ. മോഡലിംഗ് ക്ലേ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു കോൺ മേക്ക് ചെയ്യാണ്. അതിന്റെ ഹൈറ്റ് 24 സെന്റിമീറ്റർ ആണ്, ബേസ് റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ചൈൽഡ് റീഷേപ്സ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് എ സ്ഫിയർ. ഒരു ചൈൽഡ് എന്ത് ചെയ്യാണ്? ആ ഒരു കോണ് ഒരു സ്ഫിയർ ആക്കിയിട്ട് റീഷേപ്പ് ചെയ്യാണ്. ക്ലേ ആണല്ലോ, റീഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ ആ ഒരു സ്ഫിയറിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ രണ്ടും എന്തായിരിക്കും? വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോ കോണിന്റെ വോളിയം പൈ r square h divided by 3 is equal to 4/3 pi r cube. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു 3 കട്ട് ചെയ്യാണ്, ഇവിടെയും ഈ ഒരു 3 കട്ട് ചെയ്യാണ്. ഇവിടെ R1 ഉം R2 എന്ന് വിളിക്കാം. കാരണം എന്താ വെച്ചാൽ രണ്ടും റേഡിയസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, R സ്ക്വയറും എന്ത് ചെയ്യരുത്? ഒരു ആറും കൂടി ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, പയ്യും എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ബാക്കി എന്തൊക്കെയാ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കാം. R1 square h is equal to 4R2 cube. ഇത് രണ്ടുമാണ് എനിക്ക് ബാക്കിയുള്ളത്. അപ്പൊ R1 ഇവിടെ റേഡിയസ് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 6 സ്ക്വയർ ആണ്. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 ആണ്. ഇൻറ്റു h എത്രയാണ്? 24 ഈസ് ഈക്വൽ ടു 4 into R2 cube. ഓക്കെ, 4ഉം അതുപോലെ തന്നെ 36ഉം ഞാൻ കട്ട് ചെയ്തു. എത്രയാ വരാം? 9 ആണ് വരിക, അല്ലെ. 9 into 24 ആണ് നമുക്ക് ബാക്കിയുള്ളത്, അല്ലെ. അപ്പൊ 9 into 24 നോക്കുന്ന സമയത്ത് ഏകദേശം 24 into 10 എത്രയാണ്? 240 ആണ്. അതിൽ നിന്ന് 24 കുറക്കുക, ബാക്കി എത്ര വരിക? 216 ആണ് വരിക, അല്ലെ. 216 ആയിരിക്കും 9 into 24 വരിക, R2 ക്യൂബ്. അപ്പൊ 216 ഏതെങ്കിലും പെർഫെക്റ്റ് ക്യൂബ് ആണോ? തീർച്ചയായിട്ടും ആണ്. എത്രയുടെ ക്യൂബ് ആണ്? 6ന്റെ ക്യൂബ് ആണ്. അപ്പൊ R2 is equal to 6 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A sum of rupees 7,700 is lent on simple interest in 2 parts in such a way that the interest on first part at 20% per annum for 5 years is equal to the interest on the other part at 9% per annum for 6 years. Find the smaller part of the sum lent in 2 parts. അപ്പൊ ടോട്ടൽ കൊടുത്തിട്ടുള്ള ലെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 7,700 രൂപയാണ്. ഓക്കെ, ഫസ്റ്റത്തെ കേസിൽ ഓൾമോസ്റ്റ് 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഓൾമോസ്റ്റ് 5 ഇയറിനാണ് എന്ത് ചെയ്തത്? ഫസ്റ്റത്തെ എമൗണ്ട് ലെൻഡ് ചെയ്തത്. അപ്പൊ എത്രയാണ്, ഏത് രീതിയിലാണ് ലെൻഡ് ചെയ്തത് നമുക്കറിയില്ല. രണ്ടും കൂടി സമ്മ 7,700 ആണെന്ന് നമുക്കറിയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു കേസിൽ അവിടെ 9% പെർ ആനം ഓൾമോസ്റ്റ് 6 ഇയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് ഇത് രണ്ടും എന്താണ്? സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കാം. ഫസ്റ്റത്തെ എമൗണ്ട് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ എമൗണ്ട് എന്തായിരിക്കും? 7,700 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ എമൗണ്ട് P ഇൻറ്റു N, ഫസ്റ്റത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണ്, ഇൻറ്റു R 20% ആണ്, ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ 7,700 മൈനസ് എക്സ് ആണ്, ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? ഇവിടെ 6 ഇയേഴ്സ് ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9 ആണ്, ഡിവൈഡ് ബൈ 100. 100ഉം ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 5 into 20 എത്രയാണ്? 100 ആണ്. 100x is equal to ഇവിടെ 6 into 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 54 ആണ്. 54 into 7700 minus 54
54x വരും. ഓക്കെ, അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് 154x ഈസ് ഈക്വൽ ടു 54 into 7700 വരും. ഓക്കെ, 77 into 2 എന്ന് പറയുന്നത് 77 into 2 എത്രയാണ്? ഓൾമോസ്റ്റ് 154 അപ്പൊ ഈ 77 കട്ട് ചെയ്യാണ്. ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് 2നെയും അതുപോലെ തന്നെ 54നെയും കട്ട് ചെയ്യാണ്. ഓൾമോസ്റ്റ് എത്ര വരും? 27 വരും. അങ്ങനെയാണെങ്കിൽ x is equal to 2700 വന്നു. അങ്ങനെയാണെങ്കിൽ x is equal to 2700 വന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്മോളർ പാർട്ട് ആണ്. ഒന്ന് 2700 ആണെങ്കിൽ മറ്റേത് 1500 മൈനസ് 2700 ആണ് വരിക. ദാറ്റ് മീൻസ് 2700 ആയിരിക്കും സ്മോളർ പാർട്ട്. സ്മോളർ പാർട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്റർചേഞ്ച് ഓഫ് സൈൻസ് ഇൻ ദ ഇക്വേഷൻ which when made will make the equation correct. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും രണ്ട് സിമ്പിൾസ് ഇന്റർചേഞ്ച് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഓപ്ഷനും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എത്ര 20 ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5 ലാസ്റ്റ് ഈക്വൽ ടു വെച്ചിട്ട് ഒരു 20 കൂടി ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്ലസും അതുപോലെ തന്നെ ഡിവിഷനും മാറ്റുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇവിടെ പ്ലസ് ഉള്ളിടത്ത് ഡിവിഷൻ ആക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഡിവിഷൻ ഉള്ളിടത്ത് പ്ലസ് ആക്കി കൊടുക്കുക, ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ 20/20 ആണ്. ഓക്കെ, 1 + 20 മൈനസ് 20 × 20 എത്രയാണ്? 400 ആണ്. മൈനസ് 400 = 20. ഇത് അപ്പൊ ഈ ഒരു വാല്യൂ 20ക്ക് ഈക്വൽ ആണോ? ഒരിക്കലും അല്ല. നമുക്ക് നോക്കുമ്പോൾ തന്നെ കുറച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 20ക്ക് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ, നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ എന്ത് ജസ്റ്റ് നമുക്ക് ആദ്യമേ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം? സിമ്പിൾസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത് പ്ലസും അതുപോലെ തന്നെ മൈനസും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കി കൊടുക്കുക, ബാക്കി യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 20/20 1 വരും. പ്ലസ് ഇവിടെ 20 × 20 400 വരും. ഓക്കെ, 20 - 1 + 400 അതും എന്തില്ല 20 ആൻസർ ആയിട്ട് നമുക്ക് വരൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലസ് എന്താവും? ഇൻറ്റു ആവും അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇൻറ്റു വന്നു, ഡിവൈഡഡ് ബൈ വന്നു, മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു. ഇപ്പോ ബോർഡ് മാസ് റൂൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ 20/20 1 ആണ്. അപ്പൊ 20 × 1 മൈനസ് 20 + 20. ഓക്കെ, ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 20 × 1 20 തന്നെയാണ്. മൈനസ് 20 എന്ന് പറയുമ്പോൾ 20 തന്നെയാണ്. മൈനസ് 20 + 20 = 20. അങ്ങനെയാണെങ്കിൽ 20 - 20 0 ആണ്. 20 = 20. അപ്പൊ ആ ഒരു ഇക്വേഷൻ എന്താണ്? വളരെ കറക്റ്റ് ആണ്. അതിന് നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ananya bought a shirt marked for Rs 1000 rupees and paid 714 after availing 2 successive discounts of 15% and X%. അപ്പോ 1000 രൂപയാണ് മാർക്കഡ് പ്രൈസ്. അതിൽ നിന്ന് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഡിസ്കൗണ്ട് 15% ആണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? 85% ഉണ്ടാവുക. 85 എന്ന് പറയുമ്പോൾ 85/100. രണ്ടാമത്തെ X% ആണ്. ബാക്കി എത്ര ഉണ്ടാവുക? 100 - X% ആണ്. into 100 = ഇപ്പോഴത്തെ വാല്യൂ, ഈ സക്സസീവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണ്? 714 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് രണ്ടും ചെറുതാക്കാം. 17 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? 20 വരും. ഈ ഒരു 100 നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് 714 ഡിവൈഡഡ് ബൈ 17 എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോ 17 × 2 34 ആണ്. 17 × 4 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 68 ആണ്. ഇതിന് 4 × 17 68 ആണ്. ബാക്കി എത്ര വന്നു? ബാക്കി 3 വന്നു, 34 2. ഓക്കെ, അപ്പൊ ഇത് 2 കട്ട് ചെയ്തു. എത്രയാണ്? 42. റിമൈൻഡർ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അപ്പോ 100 - X = 84 0 അല്ലെ. ഇവിടെ 20 ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 84 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. അവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 1000 ആണ്. ഫസ്റ്റ് ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് 15% ആണ്. ബാക്കി എത്ര ഉണ്ടാവും? 85 ഉണ്ടാവും. 85 ഡിവൈഡഡ് ബൈ 100. നെക്സ്റ്റ് X% ആണ് ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് ബാക്കി 100 - X ഡിവൈഡഡ് ബൈ 100 ഉണ്ടാവും. = ഇപ്പോഴത്തെ വാല്യൂ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വാല്യൂ 714 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ചെറുതാക്കാണ്. ഇവിടെ എത്ര വരും? ഇവിടെ 17 വരും. 2 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ 20 വന്നു. ഓക്കെ, ഈ ഒരു 100 കൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 2 0 അവിടെ പോകും. അതുപോലെ തന്നെ ഈ ഒരു 0 വീണ്ടും കട്ട് ചെയ്യാണ്. ഇവിടുന്ന് വീണ്ടും ഒരു 0 കൂടി അവിടെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 714 ഡിവൈഡ് ബൈ 17 എത്ര വരുന്നു നോക്കാം. 17 × 4 68 ആണ്. അപ്പോ 68, ബാക്കി 3 വന്നു, ഒരു 4 ബാക്കിയുണ്ട്. 34 എത്ര? 17 ഉണ്ട്, 2 ആണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ ഈ 17 നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 42 വന്നു. അങ്ങനെയാണെങ്കിൽ 100 - X = ഈ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 42 എന്ന് പറയുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് 84 വരും. അങ്ങനെയാണെങ്കിൽ X = 16. അതായത് ഈ രണ്ടാമത്തെ കേസിൽ X% എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് വന്നത് ഓൾമോസ്റ്റ് എത്ര പെർസെന്റേജാ? 16% ആണ്. നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് cos θ = 10/26 then find the value of cot θ. cot θ എന്ന് പറയുമ്പോൾ tan θ ന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ
തീറ്റ വന്നു. അപ്പോ cos തീറ്റ is equal to adjacent side by hypotenuse ആണ്. That means ഇവിടെ 10 വരും, ഇവിടെ 26 വരും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, 26 square root of 26 square minus 10 square. Okay, 26 square എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 676 ആണ്, മൈനസ് 10 സ്ക്വയർ 100 ആണ്. റൂട്ട് ഓഫ് 676 മൈനസ് 100 റൂട്ട് ഓഫ് 576 ആണ്. 576 എന്ന് പറയുന്നത് 24ന്റെ സ്ക്വയർ ആയിട്ടാണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസ് വാല്യൂ എന്ത് വരും? 24 വരും. നമ്മളോട് ചോദിക്കുന്നത് കോട്ട് തീറ്റ ആണ്. അപ്പൊ കോട്ട് തീറ്റ കാണണമെങ്കിൽ നമ്മൾ ആദ്യം ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സൈഡ് 24 ആണ്, ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 10 ആണ്. 24/10 ദാറ്റ് മീൻസ് 12/5 ആയിരിക്കും നമ്മുടെ ടാൻ തീറ്റ വരിക. ഓക്കെ, നമ്മളോട് കോട്ട് തീറ്റ ആണ് ചോദിച്ചത്. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ 5/12 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 men and 15 women can do a work in 6 days. അപ്പോ നോക്കാം, 10 men അതുപോലെ തന്നെ 15 women can do a work in 6 days. അപ്പോ ഓൾമോസ്റ്റ് 10 മെന്നും അതുപോലെ തന്നെ 15 വുമണും ഒരു 6 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. വർക്ക് ഡൺ എന്നുള്ളതാണ് WD കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത്. 1 man can do the work in 100 days. അപ്പോ ഒരു മാൻ ആണെങ്കിൽ ഒരു മാൻ ഇൻറ്റു 100 ഡേയ്സിലും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് 100 man days ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ വുമൺ ഡു ദി വർക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു വുമൺ ചെയ്യുകയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ടാണ് ഒരു വർക്ക് തീർക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കിക്കോ, 6 into 10m, അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്, രണ്ട് വർക്ക് ഡൺ തന്നെയാണ്. അപ്പൊ 6 into 10m is equal to എത്രയാണ്? 60m ആണ്. പ്ലസ് 6 into 15 90 ആണ്. 90 വുമൺ is equal to 100 men. അങ്ങനെയാണെങ്കിൽ 90 men is equal to 40 men. അങ്ങനെയാണെങ്കിൽ men is equal to 90 divided by 40 വുമൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു മാൻ ചെയ്യുന്ന വർക്കാണ് ഇത്. നമുക്കറിയാം 100 man days ചെയ്താൽ മാത്രമേ ഒരു വർക്ക് ഫിൽ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 men is equal to 90 divided by 40 വുമൺ into 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു 0 കട്ടായി, ഈ ഒരു 0യും ഇവിടെ നിന്ന് കട്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 45 വരും, താഴെ 2 വരും. ഇനി 2ഉം അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്? ജസ്റ്റ് 10ഉം കട്ട് ചെയ്യാണ്. അപ്പൊ 45 into 5 വരും. അപ്പൊ 45 into 2 90 ആണ്. 90 into 2 ഓൾമോസ്റ്റ് 180 ആണ്. 180 plus 45 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 225 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് 2 കോൺ ഈസ് 2:3. അപ്പോ രണ്ട് കോണിന്റെ വോളിയത്തിന്റെ റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് റേഡിയൈ ഓഫ് ദയർ ബേസസ് ഈസ് 1:2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദയർ ഹൈറ്റ്സ് ഈസ്, അപ്പൊ ജസ്റ്റ് നോക്കാം, പൈ r² h/3. അപ്പൊ ഇവിടെ r1 ഉം h1 ഉം കൊടുക്കാം, കാരണം രണ്ടും ഡിഫറെന്റ് റേഡിയസും ഡിഫറെന്റ് ഹൈറ്റും ആണ്. ഓക്കെ, പൈ r² h2 divided by 3 is equal to 2/3 ആണ് വോളിയത്തിന്റെ റേഷ്യോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് റേഡിയസിന്റെ റേഷ്യോ കൊടുത്തിട്ടുണ്ട് 1:2 ആണ്. അപ്പൊ ഇവിടെ 1² എന്ന് പറയുമ്പോൾ r1ന്റെ അവിടെ 1 കൊടുക്കുമ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി കോമൺ ടേം ആദ്യം ഒഴിവാക്കാം. പൈ ഒഴിവാക്കാം, 3 ഒഴിവാക്കാം. ബാക്കി എന്താ വരുന്നത് നോക്കാം. h1 divided by 4 h2 is equal to 2/3. അങ്ങനെയാണെങ്കിൽ h1 is to h2 is equal to 8 divided by 3, അല്ലെങ്കിൽ 8:3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ 4/5 of A is equal to 60% of B. That means 3/5 of B is equal to 0.75 of C. 0.75 of C എന്ന് പറഞ്ഞാൽ 75 divided by 100 ആണ് 0.75 ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് രണ്ടും 25 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 3/4 എന്ന് പറയാൻ പറ്റും. 3/4 എന്ന് പറയാൻ പറ്റും, മുക്കാൽ അല്ലേ? ഓക്കെ, 3/4C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A:B:C എന്തായിരിക്കും എന്നുള്ളതാണ്. A:B:C എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെയാണ് എന്ത് ചെയ്യാണ്? 5, 5, 4 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ ടൈം ഏതാണ്? 20 ആണ്. വോൾ ഇക്വേഷൻ ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെയും ഇത് B ആണ്, 13 അല്ലേ? ഇവിടെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 20 divided by 5 എന്ന് പറയുമ്പോൾ into 4 വരും. 4 into 4 is 16A is equal to 20 divided by 5 എന്ന് പറയുമ്പോൾ ഇവിടെയും 4 വരും. 4 into 3 12B is equal to next 20 divided by 4 എന്ന് പറയുമ്പോൾ ഇവിടെ 5 വരും. 5 into 3 15C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A:B:C 16:12:15 ആവുമോ? തീർച്ചയായിട്ടും ആവില്ല. ഓക്കെ, ജസ്റ്റ് നോക്കിക്കോ, A/B is equal to എന്താണ്? 12/16 ആണ് വരിക. നെക്സ്റ്റ് B/C is equal to 12/15 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 16A is equal to 12B ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 4 കൊണ്ട് കട്ട് ചെയ്യാണ്. എത്ര വരും? 4 വരും. ഇവിടെ ഞാൻ എന്തുകൊണ്ട് കട്ട് ചെയ്യാണ്? ഇവിടെ ഞാൻ 4 കൊണ്ട് കട്ട് ചെയ്യാണ്. ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്ത് അവിടെ 4 കൊണ്ട് കട്ട് ചെയ്യണം. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 വരും. അപ്പൊ 4A is equal to 3B എന്ന് വരും. അങ്ങനെയാണെങ്കിൽ A/B
ഈസ് ഈക്വൽ ടു 3/4 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. 12b is equal to 15c. ഓക്കെ, ഞാൻ 2 3 കൊണ്ട് കട്ട് ചെയ്യാണ്. ഇവിടെ 4 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 വരും. അപ്പൊ b/c is equal to 5/4 വന്നു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, a is to b is to c എങ്ങനെയാണ് 3 is to 4, b is to c 5:4 ആണ്. അപ്പൊ നമുക്കറിയാം റേഷ്യോ ഡിഫറന്റ് ആണെങ്കിലും ആ റിയൽ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ കൂടുതലുള്ള റേഷ്യോനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ കൂടുതലുള്ള റേഷ്യോനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഈ രണ്ട് വാല്യൂം ഈ രണ്ട് റേഷ്യോയും എനിക്ക് ഒരേ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം, എത്തിക്കണം. അപ്പൊ അതിന്റെ LCM ഞാൻ എടുത്തതാണ്. ഓക്കെ, 3 into 5 15 ആണ്, is to 4 into 5 5 into 4 സെയിം വാല്യൂ തന്നെ. ആ സെയിം വാല്യൂയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എത്രയാണ്, 20 ആണ് വരിക. നെക്സ്റ്റ് 4 into 4 16 ആണ് വരിക. 15 is to 20 is to 16 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് when 22,500 is invested for 18 months at 8% per annum if the interest is calculated every 6 months. അപ്പോ 18 മന്ത്സിനാണ്, അതായത് 3 പീരീഡിനാണ് നോക്കേണ്ടത്. അതായത് ഇവിടെ 6 മന്തിലാണല്ലോ, അതായത് സെമി ആനുവലി ആണല്ലോ നോക്കുന്നത്. ദാറ്റ് മീൻസ് 3 പീരീഡില്ല, 6 മാസം 6 മാസം 6 മാസം. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നോക്കിക്കോ, 22,500 ആണ്. ഇൻറ്റു ഇവിടെ 8% ആണ് പെർ ആനം. അങ്ങനെയാണെങ്കിൽ സെമി ആനുവലി 4% ആണ് വരിക. അപ്പൊ 104 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 104 ഡിവൈഡഡ് ബൈ 100. ഇപ്പൊ ഇവിടെ 4 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 26 വരും. ഇവിടെ 4 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 25 ആണ് വരിക. സെയിം കേസ് ആണ് എല്ലായിടത്തും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 22,500 ഇൻറ്റു 26/25 ഇൻറ്റു 26/25 ഇൻറ്റു 26/25 ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഈ ഒരു ആൻസറിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് എമൗണ്ട് ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ ഈ ഒരു 22,500 മൈനസ് ചെയ്യാം. നമുക്ക് ഇവിടെ പലിശ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ, 25 ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടെ ഓൾമോസ്റ്റ് എത്ര 25 ഉണ്ടാവും, 100ൽ 4 25 ആണ്, 200ൽ 8 25 ആവും. അപ്പൊ 200ൽ കഴിഞ്ഞിട്ട് പിന്നെ 25 കൂടി ആഡ് ചെയ്തതാണ് 225 വരുന്നത്. ദാറ്റ് മീൻസ് 9. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഈ ഒരു 25 ഓൾറെഡി കട്ടായി പോയി. ഒരു 100ല് ഓൾമോസ്റ്റ് 4 25 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 900ൽ എത്ര ഉണ്ടാവും, 9 into 4 ദാറ്റ് മീൻസ് 36 ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഓൾ കട്ടായി പോയി 36 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 36 into 26 into 26 into 26 ഡിവൈഡഡ് ബൈ 25 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 into 6 into 6 into 6. ഓക്കെ, 6 into 6 എത്രയാണ്, 36 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ള വാല്യൂ 36 into 26 into 26 into 26 ഡിവൈഡ് ബൈ 25 ആണ്. ഇപ്പൊ ഈ ഒരു വാല്യൂ ഓൾമോസ്റ്റ് വരുന്നത് 25,309 പോയിന്റ് സംതിങ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ അപ്രോക്സിമേറ്റ് നമ്മൾ വാല്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ 25,309ൽ നിന്ന് നമ്മൾ 22,500 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2809 അപ്രോക്സിമേറ്റ് നമുക്ക് വാല്യൂ കിട്ടും. ആ രീതിയിൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ്. കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമ്മൾ അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണും. അതുവരെ ബൈ.